ഒരു അഭിപ്രായം താങ്കൾക്ക് പറയുന്നത്. ശരി, ഉണ്ണികൃഷ്ണനാണ് പോത്തൻകോട് നിന്നും. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? യഥാർത്ഥത്തിൽ ഇത് ആരുടെ വികാരമാണ്? മതവികാരം വ്രണപ്പെട്ടു എന്നൊക്കെ CPM-ന്റെ നേതാക്കൾ ആശങ്കപ്പെടുകയും കേസെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അല്ല, ഇത് സത്യത്തിൽ ഇത് നമ്മളെ സുനാമി ഒന്ന് നമ്മൾ മറന്ന്, കൊറോണ ഒന്ന് നമ്മൾ മറന്ന്, ഇതുപോലുള്ള മാരകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കേരളത്തിൽ സംഭവിച്ച് നമ്മളതെല്ലാം മറന്ന് അതിനെയൊക്കെ അതിജീവിച്ചു പോയി. പക്ഷെ ഈ വിഡ്ഢികൾ എന്താ ചെയ്യണത്? ഈ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ഈ കുത്തിപ്പൊക്കിയിലായിരുന്നെങ്കിൽ അതങ്ങ് മറന്നുപോയനെ ആളുകൾ. അതിനാവശ്യമില്ലാതെ ചൊറിഞ്ഞ് അവര് പുണ്ണാക്കുകയാണ്. ആ തോൽവിയുടെ അത് സമ്മതിക്കില്ല. അവര് തോറ്റു എന്ന് അവരെ കൊന്നു കളഞ്ഞാലും സമ്മതിക്കില്ല. എത്ര ഇനി അങ്ങേയറ്റം ഇനി വട്ടപൂജ്യത്തിൽ പോയാലും അവർ സമ്മതിക്കില്ല എന്നുള്ള ഒരു സത്യമാണ്. പക്ഷേ ഇപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്ന ഇതിനെ കുത്തിപ്പൊക്കി കൊണ്ടുവരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന, നേരത്തെ ഒരു കൂട്ടാൻ പറഞ്ഞ കണക്ക് മൈക്കിന് എതിരെ കേസെടുത്ത് ഇതുപോലെ അവർക്ക് ഈ വിശ്വാസികളെ എന്തോ ഭയങ്കര ദ്രോഹം ചെയ്തതായിട്ടാണ് ഇപ്പൊ ഇവർ പറഞ്ഞു നടക്കുന്നത്. ഇതാണ് ആളുകൾ ചിരിച്ചു പോകുന്നത്. അവിടെയാണ് ചിരി, അല്ലാതെ കേസെടുക്കുന്നത് ഇതൊന്നുമല്ല. വിശ്വാസികളെ നാണം കെടുത്തി ഇങ്ങനെ അയ്യപ്പനെതിരെ പാട്ടെഴുതി അവരെ ദ്രോഹിച്ചു എന്നാണ് പറയുന്നത്. പറയുന്നത് ആര്? ഇവിടുത്തെ CPM-ന്റെ നേതാക്കന്മാര്. സാറ് നേരത്തെ പറഞ്ഞ കണക്ക് സാധാരണക്കാരായിട്ടുള്ള എന്റെ നാട്ടിലുള്ള എന്റെ സുഹൃത്തുക്കളും എന്റെ ബന്ധുക്കളുമായിട്ടുള്ള ഒരുപാട് ഇടതുപക്ഷക്കാരുണ്ട്. അവര് വ്രതമെടുത്ത് അവര് നല്ല അന്തസ്സായിട്ടാണ് ശബരിമലയിൽ പോകുന്നത്. അവർക്കൊന്നും ഈ വലിയ നേതാക്കന്മാരെ പോലുള്ള ആയിട്ടൊന്നുമില്ല. അവര് ഇതിന് സപ്പോർട്ടാണ്. ഈ പാട്ട് അവരെ ആസ്വദിക്കുകയാണ്. ഇവരിപ്പോ ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവരേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്ന ഇത് ആളുകളങ്ങ് മറന്നു പോകില്ലായിരുന്ന ഇത് 4 ദിവസം കഴിയുമ്പോ എല്ലാരും മറക്കും. നമ്മൾ ഇതിന്റെ അപ്പുറമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? എന്തെല്ലാം പീഡന കേസുകൾ വന്ന് അത് മറക്കുന്നില്ലേ? ഉണ്ണികൃഷ്ണൻ അഭിപ്രായം വളരെ വ്യക്തമാണ്. മറ്റൊരു ഉണ്ണികൃഷ്ണനാണ്, ചടയമംഗലത്ത് നിന്നുള്ള ഉണ്ണികൃഷ്ണനാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഈ പാട്ടിനെതിരെയും ഗാനരചയിതാവിനെതിരെയും പാട്ടുപാടിയവർക്കെതിരെയും ഒക്കെ കേസെടുത്ത രീതിയെയും അതിനെയൊക്കെ അനുകൂലിച്ചുകൊണ്ട് ഒരു മന്ത്രിയും CPM-ന്റെ മറ്റു നേതാവും ഒക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ. സാറേ, എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതുവരെയുള്ള ഒരു പ്രശ്നമല്ല ഇന്ന് നേരിട്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ കഴിഞ്ഞ 40 വർഷമായിട്ട് എന്റെ പ്രായത്തിലുള്ളവർ കണ്ടുകൊണ്ടിരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ ആയാലും അസംബ്ലി ആയാലും ഈ മാറി മാറി വരുന്ന ഒരു ഭരണമായിരുന്നു. കോൺഗ്രസിന്റെ ആയാലും ഇടതുപക്ഷത്തിന്റെ ആയാലും. പക്ഷെ അവരുടെ ഈ മനസ്സിനെ വല്ലാതെ ഉലച്ചിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കുറച്ച് BJPക്ക് കുറെ സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു അങ്കലാപ്പ് ഇവർക്കുണ്ട്. അത് മാത്രമല്ല, രാജു അബ്രഹാം എന്ന് പറയുന്ന പത്തനംതിട്ടക്കാരന്റെ വിഷമം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതായത് പത്തനംതിട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലെങ്കിൽ രാജു അബ്രഹാം ഇല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വികാരം അദ്ദേഹം പ്രകടിപ്പിച്ചപ്പോഴത്തേ അത് ഏറ്റെടുക്കാൻ പോയതാണ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ള ആൾക്കാരുടെ ഏറ്റവും വലിയൊരു മണ്ടത്തരം. ഇവർ വലിയൊരു മണ്ടത്തരം കാണിച്ചിരിക്കുന്നത്. രാജു അബ്രഹാം എന്തായാലും നാറി. അപ്പൊ ഈ തോടിനെ ചുമന്നു കഴിഞ്ഞാൽ ചുമന്നവന്മാരെല്ലാം മാറും. അതിൽ നിന്ന് എല്ലാവരും പിടിച്ച് കുറേയൊക്കെ ഇങ്ങനെ പുറത്തു വെച്ച് തേച്ചിരിക്കുകയാണ്. ആകെ നാശമായിരിക്കുകയാണത്. നിസ്സാരമായ ഒരു കാര്യമാണ്. ഇന്നലെ അത് മാത്രമല്ല സാറേ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിനകത്താണ് നമ്മുടെ ഈ കലാകാരന്മാരിൽ ഏകദേശം ഞാനൊരു കലാകാരനും കൂടിയാണ്. അപ്പൊ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് ഞാൻ കണ്ടിട്ടുള്ള 70% ആൾക്കാരും അതിന്റെ യൂണിയനിൽപ്പെട്ടവരും ആ പ്രസ്ഥാനത്തെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കഞ്ഞിയിൽ പാറ്റ വീഴുന്ന പ്രശ്നം. മുമ്പേ ഒരു വ്യക്തി പറഞ്ഞാണ്, അത് കുഞ്ചൻ നമ്പ്യാരും VD രാജപ്പനൊക്കെ ജയിച്ചിരുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ ഊപ്പാട് വന്നേ. ഇപ്പൊ നിലവിൽ നാദർഷയൊക്കെയാണ് പ്രൊപ്പാലിറ്റിയുടെ ആൾക്കാരായിട്ട് ഇപ്പം നിലവിൽ നമ്മളെ മുമ്പിൽ ജീവിച്ചിരിക്കുന്നത്. അവരെ കഞ്ഞിയിലും പാറ്റ വീണിരിക്കുകയാണ് ഈ രീതിയിലാണെങ്കിൽ. അപ്പൊ ഇവർക്കൊരു അങ്കലാപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് കുറെ വോട്ടുകൾ കിട്ടി, കുറെ ഇത് സംഭവം വന്നു. അതുകൊണ്ട് ഇനി മാറി ഇനിയിപ്പോ ഞങ്ങൾക്ക് വരെങ്കിൽ അവര് വന്നു കളയുമെന്നൊരു ഭയം ഇവർക്ക് വന്നിട്ടുണ്ട്. ആ ഭയം സത്യത്തിൽ ഇവരെ ഉള്ളിൽ കിടുങ്ങിയിരിക്കുകയാണ്. അത് തന്നെയാണ് പ്രശ്നം. എന്റെ രാഷ്ട്രീയ മനോഭാവത്തിൽ ബോധ്യപ്പെട്ടൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ലോകദാസനാണ് കണ്ണൂരിൽ നിന്ന്. കണ്ണൂർ എവിടെയാണ് ശ്രീ ലോകദാസൻ? കണ്ണൂർ കാട്ടാമ്പള്ളി എന്ന് പറയുന്നത് പുതിയതൊരു. ശരി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പാട്ടിനെതിരെയൊക്കെ കേസെടുക്കാൻ ഒരു ഇടതുപക്ഷ സർക്കാർ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇത് പറഞ്ഞ ഈ അസഹിഷ്ണുത ഏറ്റവും കൂടുതലുള്ള ഒരു പ്രസ്ഥാനമാണ് CPM. അവർക്ക് അവരുടേതായ രീതിയിലുള്ള ആൾക്കാർക്ക് എന്ത് കേസിൽ വന്നാലും അവരത് പ്രതികരിക്കാനോ അല്ലെങ്കിൽ കേസെടുക്കാനോ തയ്യാറില്ല. പക്ഷെ മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ അവർ നേരിട്ട് ഇടപെട്ട് പെട്ടെന്ന് കേസെടുക്കുന്നു, പെട്ടെന്ന് അതിന് വേണ്ടുന്ന പോലീസും കാര്യങ്ങളും എല്ലാം മുന്നോട്ട് നീക്കുന്നു. ഈ കേസ് ശരിക്കും കോടതിയിലെത്തിയാൽ അവരത് ചുരുട്ടി ചവറ്റുപറ്റൽ ഇടും എന്നാണ് എനിക്ക് പറയാനുള്ളത്.
ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ലോകനാഥൻ